ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 50 ദിവസം നീണ്ടു നിൽക്കുന്നതായ ഒരു ആത്മീയ ഉത്സവത്തിലേക്കാണ് നമ്മുടെ പ്രവേശനം. നോമ്പിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം രൂപാന്തരത്തിലേക്ക് നമ്മെ നയിക്കുക എന്നുള്ളതാണ്. അനുതാപം കൂടിയാണ് രൂപാന്തരം നമുക്കുണ്ടാകുന്നത്. ആ അനുഭവത്തെ ദൃഷ്ടാന്തപ്പെടുത്തുന്ന വേദഭാഗങ്ങൾ ഈ നോമ്പ് കാലത്ത് ഞായറാഴ്ചകളിലും ഇടദിവസങ്ങളിലുമെല്ലാം പ്രത്യേകമായി നാം വായിച്ച് ധ്യാനിക്കുന്നുണ്ട്. നോമ്പിൻ്റെ ഒന്നാമത്തെ ആഴ്ച കൊത്തിനി ആഴ്ച എന്നാണ് പറയുന്നത്. കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി തീർത്ത സംഭവമാണ് കൊത്തിനി ഞായറാഴ്ചയിൽ പറയുന്നത്. ഇവിടെ നമുക്ക് കാണുന്ന വലിയ കാര്യങ്ങളിൽ ഒന്നാമത്, ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ യേശുവും മാതാവും ശിഷ്യന്മാരും എത്തുന്നു. അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ ചെല്ലുന്ന യേശുവും ശിഷ്യന്മാരും മാതാവും കാണുന്നത് പാതിരാത്രിയിൽ വിരുന്നിനിടയ്ക്ക് അവർക്കുണ്ടാകുന്ന ധർമ്മസങ്കടമാണ്. അതിൽ മാതാവ് വളരെയധികം സഹാനുഭൂതിയുള്ളവളായിട്ട് യേശുവിൻ്റെ അടുത്ത് ഇക്കാര്യങ്ങൾ ഉണർത്തിക്കുകയാണ്. അവർക്ക് വീഞ്ഞില്ല എന്നുള്ളത്. സന്തോഷത്തിൽ പങ്കുചേരാൻ ചെന്നവർ അവരുടെ സങ്കടത്തിലും പങ്കുചേരുന്നു എന്നുള്ളതായ സത്യമാണ്. യേശു നമ്മോടൊപ്പം നമ്മുടെ സന്തോഷങ്ങളിലുണ്ട്, അതോടൊപ്പം നമ്മുടെ സങ്കടങ്ങളിലും യേശു സമീപമുണ്ടെന്നുള്ള ബോധ്യം നമുക്കേവർക്കും ഉണ്ടാവേണ്ടതാണ്. ഈ സംഭവം പരിശുദ്ധ കന്യാമറിയാമിൻ്റെ മധ്യസ്ഥതയുടെ ഒരു വലിയ മുഖാന്തരമാണ്. തൻ്റെ മകൻ തൻ്റെ അപേക്ഷ നിരസിക്കുകയില്ല എന്നുള്ള ഉറപ്പ് കന്യാമറിയാമിന് ഈ ധർമ്മസങ്കടത്തിൽ ആ കുടുംബത്തെ രക്ഷിക്കാൻ പാതിരാത്രിയിൽ അവർക്ക് വീഞ്ഞു വാങ്ങിക്കാൻ മറ്റൊരിടത്തും പോകാൻ ഇടയില്ലാത്തത് അവരുടെ ആ വിഷമത്തിൽ അവരെ സഹായിക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുകയാണ്. ഏത് കഷ്ടതയിലും പ്രയാസത്തിലും നമുക്ക് സമീപിക്കാവുന്ന ഒരു മധ്യസ്ഥയാണ് വിശുദ്ധ കന്യാമറിയാമെന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, യേശുക്രിസ്തുവുമായി ഏറ്റവും അടുത്ത ഉറ്റ ബന്ധമുണ്ടെങ്കിൽ നാം നമ്മുടെ പ്രയാസങ്ങളിൽ ഏറ്റവും ആദ്യം അടുത്തെത്തുന്നത് യേശുവിൻ്റെ അടുത്തായിരിക്കും. യേശു അതിന് പരിഹാരം കാണുന്നത് അത്ഭുതകരമായിട്ടാണ്. വെള്ളം കോരി നിറച്ചതായ പരിചാരകർക്കോ കന്യാമറിയാമിനോ ശിഷ്യന്മാർക്കോ 6 കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ചത് എങ്ങനെ വീഞ്ഞായിത്തീർന്നു എന്നറിയില്ല. കഷ്ടതകളിലും ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും നമ്മൾ യേശുവിനോട് അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തതിന് വിപരീതമായി, അതിനതീതമായി യേശു നമ്മുടെ ജീവിതത്തിൽ പരിഹാരം കണ്ടെത്തുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. അതാണ് വലിയൊരു ഭാഗ്യം. നമുക്ക് യേശുവിനോട് അടുത്ത് ചെല്ലുവാൻ നമുക്ക് ധൈര്യം തരുന്നത് അതാണ്. വിശുദ്ധ കൂദാശകളുടെ അനുഷ്ഠാനവും അനുഭവവും എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. ഈ കൂദാശകളുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷേ അത് വിശ്വസിച്ച് ആ കൂദാശകൾ സംബന്ധിക്കുമ്പോൾ അതിൻ്റെ അനുഭവം നമുക്കുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആന്തരികമായ കാര്യങ്ങൾ നമ്മൾ അറിയണമെന്നില്ല. പക്ഷേ നമുക്ക് അത് ഒരു വലിയ മാർഗദീപമായിരിക്കും. അതാണിവിടെ നമുക്ക് ഓർമ്മിപ്പിക്കുന്നത്. ദൈവികമായ കൃപകൾ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ അറിവിന് അതീതമായിട്ടാണ്. നമ്മുടെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും നിവർത്തിക്കുക എന്നുള്ളതല്ല യേശു ചെയ്യുന്നത്. യേശു ചെയ്യുന്നത് നമ്മുടെ ആവശ്യങ്ങളിലോ നമ്മുടെ അനുഭവങ്ങളിലോ എന്താണ് യഥാർത്ഥമായി നമുക്ക് വേണ്ടത് എന്നുള്ളതിൽ ചെയ്യുകയാണ്. ദൈവത്തോടടുത്ത് ദൈവത്തിൻ്റെ കൃപകൾ ആവശ്യപ്പെടുന്ന നമുക്ക് ദൈവം തരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമൃദ്ധിയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാനുള്ള ഒരു അവസരമാണ് ഈ നോമ്പ്. ഈ നോമ്പിൽ പുതുക്കം പ്രാപിക്കണം, രൂപാന്തരം ഉണ്ടാവണം. ആ രൂപാന്തരം ഉണ്ടാകാൻ ആത്മാർത്ഥമായി സഹകരിച്ച് ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ അടുത്ത് ചെന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആത്മാർത്ഥമായ നമ്മുടെ സമീപനത്തിന് സമൃദ്ധമായ പ്രതിഫലം ദൈവം തരുമെന്നുള്ളതിന്
യാതൊരു സംശയവുമില്ല. ദുഃഖത്തിലും പ്രയാസത്തിലുമായിരുന്ന ആ പാവപ്പെട്ട മനുഷ്യർക്ക് ആത്മസന്തോഷം പെട്ടെന്ന് ലഭിച്ചു. വിശുദ്ധ കുമ്പസാരത്തിലും വിശുദ്ധ കുർബാനാനുഭവത്തിലും കൂടി നമുക്കും ജീവിതത്തിൽ ആത്മസന്തോഷം പ്രാപിക്കുവാൻ ക്രിസ്തുവിൻ്റെ സാമീപ്യം നമുക്ക് ഉറപ്പാക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.